നാളെയാണ് 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 ഭാഗ്യദേവതയെ കാത്ത് നാളെ നാളെ നീളെ നീളെ അങ്ങനെ നീണ്ടുപോകുന്നു സംസ്ഥാന ഭാഗ്യക്കുറി കഥ. ലോട്ടറിയുടെ മറവിൽ നടക്കുന്ന വലിയ തട്ടിപ്പിന്റെ യാഥാർത്ഥ്യം കേരള ടുഡേ നടത്തിയ സർവേയിലൂടെ പുറത്തുവരുന്നു. ലോട്ടറി എടുക്കുന്ന ഓരോ സാധാരണക്കാരനും അവന്റെ ഭാഗ്യപരീക്ഷണത്തിനപ്പുറം ജീവിതത്തിന്റെ തലവര മാറുമോ എന്ന പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ നിലച്ചു പോകുന്നത്. കാരണം ലോട്ടറി വർഷങ്ങളായി എടുക്കുന്ന സാധാരണക്കാരൻ പറയുന്നത് കേൾക്കൂ. എന്തെങ്കിലും ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയില്ല. എത്ര നാളായി എടുത്തിട്ട്? വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. കിട്ടിയോ? ഇല്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു 10-200 വല്ലതും കിട്ടിയിട്ടുണ്ടാവും. അല്ല, അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. ലോട്ടറി ടിക്കറ്റിന്റെ മറവിൽ ഇപ്പം ശരിക്കും ഏതെങ്കിലും തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു? ഇങ്ങനെ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് എത്ര പേർക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിശ്ചയമില്ല നമുക്ക്, അല്ലേ? ചിലപ്പോൾ 500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന 75 ലക്ഷമൊക്കെ അടിക്കുന്നതായിട്ട് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. പിന്നെ പത്രം വായിക്കുന്നതിനെ കാണാൻ ഇന്ന് ഇരിങ്ങാലക്കുട അടിച്ചു, അല്ലെങ്കിൽ കൊല്ലത്ത് അടിച്ചു, അല്ലെങ്കിൽ കോട്ടയം അടിച്ചു എന്നുള്ളത്. പക്ഷേ വ്യക്തികളാരും പറഞ്ഞത് കേട്ടിട്ടില്ല ആർക്കെങ്കിലും കിട്ടിയതായിട്ട്. ശരിക്കും ലോട്ടറി വലിയ നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണക്കാരൻ്റെ ഏറ്റവും ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും എൻ്റെ ഒരുപാട് പൈസ അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും നമ്മളൊരു പ്രതീക്ഷയ്ക്ക് എടുക്കുകയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ. അംഗപരിമിതർക്കും വികലാംഗർക്കും ലോട്ടറി വിൽപ്പന ഒരു വരുമാനമാണെങ്കിലും സഹതാപത്തിന്റെ പേരിൽ മാത്രമാണ് ഇവരിൽ നിന്നും പലരും ലോട്ടറി എടുക്കുന്നത്. അല്ലാതെ ലോട്ടറി എടുക്കുമെന്ന യാതൊരു പ്രതീക്ഷയും ഇവർക്കില്ല. ഞാൻ എടുക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലുള്ള പിള്ളേരൊക്കെ പോയി കച്ചവടം ചെയ്യുന്നുണ്ട്. അന്നേരം ഈ കൊച്ചുകനെയും തോളയിട്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് അയ്യോ ഈ കൊച്ചിനെയും കൊണ്ടുവന്ന് കഷ്ടപ്പെടില്ല, അവർ വാടകയ്ക്ക് താമസിക്കില്ല, എന്നാൽ ഒരു ലോട്ടറി എടുക്കാമെന്ന് പറഞ്ഞാൽ ആ പിള്ളേർ എടുക്കും. അങ്ങനെ എടുത്തുകൊണ്ട് പോകും. പിന്നെ കാലില്ലാത്ത ആളിൻ്റെ കയ്യിൽ നിന്ന്, കണ്ണ് വയ്യാത്ത ഒരാളുടെ കയ്യിൽ നിന്ന്, കൈ വയ്യാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അവർക്ക് ആരും കൊടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും എടുക്കും. 40-50 രൂപ കിട്ടി അത്രയും കൊള്ളാമല്ലേ. അങ്ങനെ എടുക്കുന്നവരുണ്ട്. കാര്യം അവർ പറയുന്നത് ഇത് അടിക്കത്തൊന്നുമില്ല, എന്നാലും അവത്തുങ്ങൾ കൊണ്ട് ജീവിക്കട്ടെ. ശരിക്കും കൂടുതൽ ഒരു മാസം എടുക്കുന്ന ടിക്കറ്റുകളിൽ എത്ര ദിവസം അടിക്കുന്നത്? എന്നാലും പകുതി മുക്കാലും അടിക്കുന്നുണ്ടോ? അടിക്കുന്നില്ല? അങ്ങനെ അടിക്കുന്നില്ല. അത് 2-3 ദിവസമൊക്കെ അടിക്കും. നമുക്കറിയാം സാധാരണക്കാരന്മാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ഈ ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് ശരിക്കും ഇപ്പോൾ ഒരു മായം കലർത്തൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും പ്രൈസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ടിക്കറ്റ് പാവങ്ങൾ സാധാരണക്കാർ. എനിക്ക് എൻ്റെ കാലില്ലാത്തതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ആൾക്കാരങ്ങ് എടുത്ത് തീർക്കുന്നത്. നിസ്സഹായത കണ്ടെടുക്കും. അതെ, അത്ര. അത് എടുക്കുന്നവർക്ക് പ്രതീക്ഷയൊന്നും. പ്രതീക്ഷയൊക്കെ ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ടേ വലിയ പാടപ്പോൾ. അതെ, ഈ 40 ആക്കിയിടും തൊട്ടേ വലിയ. ലോട്ടറി അടിക്കുമെന്ന പ്രതീക്ഷയോടെ കഴിഞ്ഞ 45 വർഷമായി ഭാഗ്യക്കുറി എടുത്തു വന്ന മല്ലപ്പള്ളി സ്വദേശിയായ ഇബ്രാഹിം എന്ന വ്യക്തിയാണ് ഇത്. അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കും. കൂടുതൽ അടിച്ചിട്ട് ആണ്ടിലോ ഞങ്ങറാന്തിക്കോ പിന്നെ 500, 100, 200 ഒക്കെ കിട്ടും. അത് 50,000 കളയുമ്പോഴായിരിക്കും ഒരു 500 കിട്ടുന്നത്. ജീവിതത്തിൽ ലോട്ടറി എടുത്താണ് ഞാൻ ഇത്രയും തകർന്നത്. ഇനി സർക്കാർ ലോട്ടറി നിർത്തിയിട്ടേ ഞാനും ഈ പരിപാടി നിർത്തുന്നുള്ളൂ. കോടാനുകോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റിന് മുകളിലാണ് ഞാൻ ഉറങ്ങുന്നത്. മുൻപ് ലോട്ടറി വാങ്ങി സൂക്ഷിച്ചിരുന്ന 3 ചാക്ക് മോളുടെ കല്യാണത്തിനാണ് കത്തിച്ചത്. അതിന്റെ ചാരം ഞാൻ എന്റെ തെങ്ങിന് വളമാക്കി. കടം കാരണം വീട്ടുകാരി ഹോം നേഴ്സ് ജോലിക്കായി പോയി. എന്നെങ്കിലും ലോട്ടറി അടിക്കുമോ എന്ന പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുകയാണ്. അല്ല, ഒരു സംശയം ചോദിക്കട്ടെ. കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലത്ത് നടപ്പിലാക്കിയ കാരുണ്യ ലോട്ടറി ഏറെ ഫലപ്രദമായ ഒരു സിസ്റ്റത്തിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. എടുക്കുന്ന ഓരോ ലോട്ടറിയുടെ ഭാഗ്യ പരീക്ഷണത്തിനപ്പുറം ടിക്കറ്റ് വില ഈടാക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ലോട്ടറി എടുക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ആ കാരുണ്യ ലോട്ടറിയുടെ പേര് പോലും എവിടെയും കാണാനില്ല. ലോട്ടറി അടിക്കുന്നവർ എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നതാണ് വാസ്തവം. 10-16 വർഷമായി ഇതും കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. പക്ഷെ നേരം വെളുത്ത് ഇതും കൊണ്ട് വന്ന് കുത്തിയിരുന്നും കൊണ്ട് പ്രൈസ് ഉണ്ടായാലല്ലേ എല്ലാവരും പുച്ഛം പോലെ കാണുന്നത്. വന്ന് പ്രൈസ് എടുക്കും, അടിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള പരാതി തന്നെ. നേരം വെളുത്ത് നമ്മൾ നടന്നു പോയിട്ട് അതിൽ മുന്നേ വന്ന് ഇവിടെ ഇരിക്കും. കൈയും കാലും എല്ലാം നാണ്ട കരിഞ്ഞ് പൊട്ടുക, കൈയും കാലും എല്ലാം. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് മറിഞ്ഞു വീണപ്പോൾ അതിലൊരു 15,000 രൂപ ഉണ്ടായിരുന്നു. ഇത്രയും വർഷം എടുത്ത് കച്ചവടം ചെയ്തത്. അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എടുക്കുന്ന ആൾക്കാർ പിന്നെ എടുക്കാനായിട്ട് 2 വിഷുവിനൊന്നും അടിച്ചായിരുന്നു. ഒരു പ്രാവശ്യം ഒരു 60,000 അടിച്ചു. വിഷു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ എടുക്കുന്ന ടിക്കറ്റുകൾ നമ്മുടെ സഹതാപം ഓർത്ത് എടുക്കുന്നതാണോ? സഹതാപം ഓർത്ത്. എനിക്ക് ഭർത്താവില്ല, ഭർത്താവ് മരിച്ചുപോയി. ഞാൻ മക്കളില്ല, 2 പെൺമക്കളാ. മൂത്ത മോള് സുഖമില്ലാത്ത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കഷ്ടപ്പാടുകൊണ്ട് ഞാൻ ഈ കച്ചവടത്തിൽ ഇറങ്ങിയത്. മരുമോന് താല്പര്യമല്ല ഞാൻ കച്ചവടം. പക്ഷെ മറിഞ്ഞു വീണ് ഇപ്പോൾ ഈ ഷോളർ ഒടിവായപ്പം പ്രശ്നമായി വീട്ടിൽ.
സുതാര്യമായ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയും അതുവഴിയുള്ള ഭാഗ്യശാലിയെയും അന്നന്ന് മാധ്യമങ്ങളിലൂടെ ഒന്ന് കാണിച്ചു തരാൻ തയ്യാറായാൽ ദിവസവും സംസ്ഥാനത്ത് എത്ര ലക്ഷപ്രഭുക്കളാണ് കൂടി വരുന്നതെന്ന് നമുക്കും ഒന്ന് കാണാമായിരുന്നു.